ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ആദ്യത്തെ വീഡിയോയാണ്. ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വെറൈറ്റി ബൊഗൈൻ വില്ലാസ് വളരെ ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ ദിവസത്തെയും വീഡിയോ പോലെ ബൊഗൈൻ വില്ലാസിൻ്റെ വീഡിയോ ഞാൻ നോർമലി ചെയ്യുമ്പോൾ എല്ലാം ഞാൻ കാണിക്കാറുണ്ട്. അതായത് 2-3 വെറൈറ്റീസ് മാത്രം ഞാൻ വീഡിയോയിൽ കാണിച്ചു പോകും. 2-3 അല്ല, കുറച്ച് വെറൈറ്റീസ് കാണിച്ചു പോകും. നമുക്ക് എപ്പോഴും ഏകദേശം ഒരു 100 വെറൈറ്റിയുടെ അടുത്ത് സ്റ്റോക്കുള്ള സമയത്താണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ ഇപ്പോഴും നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 90+ വെറൈറ്റീസ് സ്റ്റോക്ക് ഉണ്ട്. എല്ലാത്തിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണിച്ച് വീഡിയോ ഒരുപാട് നീട്ടി കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ്, ബാക്കി പ്ലാന്റ് വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കാറ്റലോഗിൽ കൂടി നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻ കൊടുക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഫസ്റ്റ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും ഞാൻ ഈ കാണിക്കുന്നതാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്ലാന്റിൻ്റെ കണ്ടീഷൻ. അതായത് പ്ലാന്റുകൾ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റുകളാണ്, വന്ന് സെറ്റായി ഇരിക്കുന്നതാണ്. റൂട്ടും വന്ന് അതുപോലെ തന്നെ ലീഫെല്ലാം വന്ന് നന്നായിട്ട് സെറ്റായ പ്ലാന്റുകളാണ്. വീഡിയോയിൽ ഞാൻ ഓരോ വെറൈറ്റീസിൻ്റെ ഫോട്ടോസും പ്ലാന്റിൻ്റെ സൈസിൻ്റെ വീഡിയോയും അതിൻ്റെ പേരുകളും ഓരോ വെറൈറ്റീസും ഓരോ സ്പെസിഫിക് വെറൈറ്റീസും കാണിക്കുന്ന സമയത്ത് വീഡിയോയിൽ ഞാൻ കാണിച്ച് പോകുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക. പിന്നെ പ്രത്യേകം ഞാൻ 2-3 കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന ഈ ഇൻട്രോ വീഡിയോ കാണിക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും തന്നെ നമ്മളുടെ ഗാർഡനിലുള്ള പ്ലാന്റുകളല്ല. അതെല്ലാം എൻ്റെ സപ്ലയറിൻ്റെ ഗാർഡനിലുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ആ പ്ലാന്റുകൾ ഞാൻ കാണിക്കുമ്പോൾ പലരും അതൊക്കെ നമ്മുടെ ഗാർഡനിലുണ്ട് എന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് അതെങ്ങനെ കാണാൻ പറ്റാതെ പോകുന്നതിൻ്റെ വിഷമം ഞാൻ നേരിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. ആരും തെറ്റിദ്ധരിക്കരുത്, അത് നമ്മളുടെ ഗാർഡനിലുള്ളതല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്ലാന്റിൻ്റെ സൈസ് ഞാൻ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഈ പ്ലാന്റുകളെല്ലാം തന്നെ നമുക്ക് പ്ലാന്റ് അവർ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വീഡിയോ എടുത്ത് അയച്ച് തന്നിട്ടുള്ളതാണ്. പ്ലാന്റുകൾ നമ്മളുടെ കയ്യിൽ വന്നതിന് ശേഷം ഇലകളും പൂക്കളും പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പൂക്കളും ഇലകളും സെറ്റായി വന്നതിന് ശേഷമാണ് നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നത്. നിങ്ങൾക്ക് പ്ലാന്റുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ, നോർമലി എഗ്ലോണിമ ഒക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫോട്ടോസ് ഒന്നും ആർക്കും ഷെയർ ചെയ്യാറില്ല. പക്ഷേ നമുക്ക് ഈ ബൊഗൈൻവില്ലയുടെ കേസിൽ നിങ്ങൾ ഓരോരുത്തരും ഓർഡർ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസുകൾ നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് ഫോട്ടോസ് അയച്ച് തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത്രയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മളൊരു എഗ്ലോണിമെൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലക്കി ഡ്രോ ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓഫർ നമ്മൾ ഫസ്റ്റ് ജാനുവരിയിൽ ലോട്ട് എടുക്കും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം വീഡിയോ കണ്ടത് വൈകി, അതുപോലെ തന്നെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷേങ്കിൽ അതിൽ കുറച്ചൊരു എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 5th വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത കാര്യം വന്നത്, നമുക്ക് 2-3 കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പ്ലാന്റ് 26th ഓർഡർ ചെയ്തു, റിപ്ലൈ ഇല്ല, മെസ്സേജ് എടുത്തിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാക്സിമം എല്ലാവരുടെയും മെസ്സേജ് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ എൻ്റെ കുട്ടികൾ ചിലപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് കളിക്കാറുണ്ട്. നമ്മളങ്ങനെ എത്ര കൊടുക്കാതിരുന്നാലും അവർ ചില സമയങ്ങളിൽ ഞാൻ കണ്ടോ കാണാതെയൊക്കെ ചിലപ്പോൾ എടുക്കാറുണ്ട്. എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവരുടെ കൈ തട്ടിയൊക്കെ ചില മെസ്സേജുകൾ ഓപ്പൺ ആകുമോ, അല്ലെങ്കിൽ ചിലരുടെ മെസ്സേജ് അച്ചീവായി കിടക്കുമോ, അങ്ങനെ ബൈ ചാൻസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് നിങ്ങളുടെ മെസ്സേജ് ഞാൻ കാണാതിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒത്തിരി മെസ്സേജുകൾ നമുക്ക് ഫോണിൽ വരുന്നുണ്ട്.
അടിയിലേക്ക് പോയാലും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. ആരുടെയും മെസ്സേജ് മനഃപൂർവ്വം നമ്മൾ ഓപ്പൺ ചെയ്യാതിരിക്കില്ല. എല്ലാ മെസ്സേജും ഓപ്പൺ ചെയ്യും, വായിക്കും, റിപ്ലൈയും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും മെസ്സേജ് കിട്ടിയിട്ടില്ല, റിപ്ലൈ കിട്ടുന്നില്ല, എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കിട്ടാത്ത ആളുകൾക്ക് മീൻസ് എൻ്റെ ഈ നമ്പറിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും കാരണവശാൽ വിളിച്ചാൽ കിട്ടാതിരിക്കുമ്പോൾ ഇരുന്നാൽ മാത്രം നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എമർജൻസി കോണ്ടാക്ട് നമ്പറും കൂടിയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. ദയവ് ചെയ്ത് അതിലെപ്പോഴും വിളിക്കരുത്, കാര്യം അത് സ്റ്റാഫിൻ്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കിട്ടിയിട്ടില്ലെങ്കിലും മീൻസ് എന്നെ കോളിലോ മെസ്സേജിലോ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആകരുത്. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ആ നമ്പർ ആഡ് ചെയ്യുന്നത്. എപ്പോഴും അതിൽ കോണ്ടാക്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആ ഒരു നമ്പറിൽ എന്നെ കോളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ദയവേത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റുകളും തന്നെയും ഇത്രയും ലീഫൊന്നും വന്നിട്ടില്ല എങ്കിലും അത്യാവശ്യം ലീഫൊക്കെ വന്ന് നല്ല ബുഷിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. പ്ലാന്റിൻ്റെ റൂട്ടെല്ലാം നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ്. നമ്മൾ വിത്ത് പോട്ടും വിത്തൗട്ട് പോട്ടും പ്ലാന്റുകൾ ഇവിടെ നിന്ന് കൊറിയർ ചെയ്യുന്നതാണ്. ഓരോ വെറൈറ്റീസിൻ്റെ പേര് വീഡിയോയിൽ എഴുതി കാണിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോയിൽ അതിൻ്റെ പ്രൈസ് പറഞ്ഞ് വീഡിയോയിൽ അതിൻ്റെ പ്രൈസും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാര്യം ചെറിയ ചെറിയ ബിറ്റുകളാണ്. നമ്മൾ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പോകുമ്പോഴത്തേക്കും അടുത്ത വീഡിയോ വരും. ആ സമയത്ത് നമുക്ക് എന്താ പറയുക, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വോയിസ് സംസാരിക്കുമ്പോഴുള്ള ബ്രീത്തിങ് പ്രോബ്ലം പറഞ്ഞപ്പോൾ ഒത്തിരി പേര് എനിക്ക് വേണ്ടി എന്താ പറയുക ഒരുപാട് അഡ്വൈസ് മെസ്സേജ് അയച്ചു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. നമ്മൾ ആരും തമ്മിൽ കാണുന്നില്ല, നമ്മൾ ആരെയും കാണുന്നില്ല. പക്ഷേങ്കിലും ജസ്റ്റ് ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയിൽ എൻ്റെ ഫേസ് പോലും കാണിച്ചിട്ടില്ല. പക്ഷേങ്കിലും എവിടെയൊക്കെയോ ഉള്ള ആളുകൾ, തമ്മിൽ ഇതുവരെയും കാണാത്ത ആളുകൾ, ഒരു വോയിസിൻ്റെ മാത്രം കണക്ഷനുള്ള ആളുകൾ, എന്നാൽ പോലും അത്രയും കെയർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ആ മെസ്സേജ് അയച്ച ആളുകളോ അല്ലെങ്കിൽ അവരോടൊക്കെ ഞാൻ പേഴ്സണലി താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഞാനെൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി താങ്ക്സ്. അതുപോലെ അടുത്ത കാര്യം പറയാനുള്ളത്, പ്ലാന്റുകൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കാറ്റലോഗിൽ കൂടി പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് അയയ്ക്കുക. ഞാൻ എല്ലാ ദിവസവും മെസ്സേജ് നോക്കി റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ വൈകുന്ന ടൈമിൽ ഞാൻ ഏതെങ്കിലും കാരണവശാൽ കണ്ടിട്ടില്ലെങ്കിൽ മാത്രം കോൾ ചെയ്യുക. മാക്സിമം കോളുകൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത്, ബൊഗെയിൻവില്ല പ്ലാന്റുകൾ അയച്ചു തരുന്നത് DTDC കൊറിയർ സർവീസ് വഴിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയും അല്ലെങ്കിൽ പെറ്റ് സർവീസ് വഴിയുമാണ് കേട്ടോ. കേരളത്തിലുള്ള നമ്മളുടെ കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് കൂടുതലും പെറ്റ് സർവീസ് വഴി പ്ലാന്റുകൾ അയക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ അടുത്ത്, അതായത് അവർ പറയുന്ന ചാർജ് നിങ്ങൾ അത്രയും കൊടുക്കണമെന്നില്ല. അവരായിട്ട് സംസാരിച്ച് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ചാർജുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.